ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിൽ ജയിലിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മുമ്പും സന്നിധാനത്തെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നതായി അഡ്വക്കേറ്റ് കമ്മീഷണർ റിപ്പോർട്ട്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് സുരേഷ് ഗോപി പെരുന്നയിൽ വന്നത്. തൃശൂർ പിടിച്ചതുപോലെ NSS പിടിക്കാൻ പറ്റില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. സുരേഷ് ഗോപി ജനിച്ചതിന് ശേഷം അദ്ദേഹം വരുന്ന അന്നുവരെ ഈ മണ്ണിൽ കാലുകുത്തിയിട്ടില്ലാത്തവനാണ്. അന്ന് അദ്ദേഹം വന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. അച്യുതാനന്ദൻ രമയെ കാണാൻ പോയതുപോലെയാണ് അദ്ദേഹം ഇവിടെ വന്നത്. ബജറ്റ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. BJPയിൽ അംഗത്വം സ്വീകരിച്ച് ദേവികുളം CPM മുൻ MLA S രാജേന്ദ്രൻ. തിരുവനന്തപുരത്തെ BJP ആസ്ഥാനത്തെത്തിയാണ് രാജേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചത്. നീലംപേരൂരിൽ നിന്നുള്ള CPM പ്രവർത്തകൻ സന്തോഷും BJPയിൽ ചേർന്നു. താൻ പ്രമുഖനല്ലെന്നും CPMനെ ഒരു കാലത്തും ചതിച്ചിട്ടില്ലെന്നും S രാജേന്ദ്രൻ പ്രതികരിച്ചു. പലതും സഹിച്ചിട്ടുണ്ട്, പലപ്പോഴും ഉപദ്രവിക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തോട്ടം മേഖലയിൽ സർക്കാരിന്റെ സഹായം ആവശ്യമുണ്ടെന്നും അതിനാൽ BJPയിൽ ചേരുന്നുവെന്നും S രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു. CPIM നേതാവും പഞ്ചായത്ത് പ്രസിഡന്റുമായ വെള്ളനാട് ശശിക്കെതിരെ പരാതി നൽകി വെള്ളനാട് പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു അനിൽകുമാർ. സ്ത്രീ എന്ന പരിഗണന നൽകാതെ പട്ടികജാതിക്കാരി എന്ന നിലയിൽ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും തനിക്ക് അയിത്തം കൽപ്പിക്കുന്നുവെന്നും സിന്ധു മാധ്യമങ്ങളോട് പറഞ്ഞു. യോഗങ്ങളിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കുന്നുവെന്നും തന്നെ സ്ഥലം മാറ്റാൻ ശ്രമിക്കുന്നുവെന്നും സിന്ധു വ്യക്തമാക്കി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരുവനന്തപുരത്ത് സംസാരിച്ചത് മുഖ്യമന്ത്രിക്കെതിരായാണെന്നും വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി പൊന്നാടി അണിയിച്ചെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വെള്ളാപ്പള്ളി ഭിന്നിപ്പിലുള്ള പലരുടെയും ഉപകരണമായി മാറുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ സതീശൻ വർഗീയതയ്ക്കെതിരായ നിലപാടിൽ വെള്ളം ചേർക്കില്ലെന്നും കൂട്ടിച്ചേർത്തു. വർഗീയതയോടെ ഏറ്റുമുട്ടി വീരാളിപ്പെട്ട് പൊതിച്ചു കിടക്കും, പിന്നിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി.